ബേസിൽ ഷോർട്ട് ഫിലിം എടുത്ത് രക്ഷപ്പെട്ടതോട് കൂടിയാണ് എല്ലാവർക്കും ഷോർട്ട് ഫിലിം എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടിയത് ആ ഒരു കാലഘട്ടത്തിലെന്നാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ സത്യമാണോ? പിന്നെ അന്ന് വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഷോർട്ട് ഫിലിം തന്നെ വേണമെന്നില്ല, ഇൻസ്റ്റാഗ്രാം റീൽസ്, ഇപ്പോൾ സിജു ഒക്കെ അങ്ങനെ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തേലൊക്കെ കൂടെ പോപ്പുലർ ആയിട്ട് വന്ന ആൾക്കാരാണ്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുവാണല്ലോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ. യൂട്യൂബിൽ ഷോർട്ട് ഫിലിം ആവാം, വ്ളോഗ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഫ്ലുവൻസിങ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ റീൽസ് വീഡിയോസ് അങ്ങനെയൊക്കെ പറയണ പോലെ ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞ് ഓപ്പർച്യൂണിറ്റീസ് കൂടുവാണല്ലോ. ടെക്നോളജി അങ്ങനത്തെ ഒരു സ്പേസ് തുടങ്ങിയ സമയത്ത് വന്നതായതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് ഇതൊന്നും വേണ്ട നിർത്താമെന്ന് തോന്നിയ ഒരു കാലഘട്ടം ഉണ്ടോ ജീവിതത്തില്? അല്ല, വെറുതെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് വല്ല കിട്ടും. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാൻ ഇതൊക്കെ വേണ്ട. എനിക്ക് ഇന്ന് ബേസിൽ കരയിക്കണം, ബേസിൽ എപ്പോഴും ചിരിക്കുക. ഇതിപ്പോ വീഡിയോ നമ്മളൊക്കെ ഈ ഇന്റർവ്യൂ ഒക്കെ നിർത്താൻ തോന്നിയിട്ടുണ്ട്. ബേസിലൊന്ന് കരയണം, പൊട്ടിക്കരയണം ആ ഒരു നിമിഷം. എന്തിന്? നല്ല സമയല്ലേ, നല്ല കാര്യങ്ങളല്ലേ നടക്കുന്നത്, അതങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. നീ ഇനി ആവശ്യമില്ല ഇതുപോലെ അനാവശ്യ കുബുദ്ധികൾ കുത്തിത്തിരിപ്പുകളായിട്ട് ഇതൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെയാണ് അറിയാതെ വരുന്നത്. സുരേഷ് വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് രാവിലെ ഒന്നും വരും.